ഇത് എവിടെ വന്നും ഈ കാര്യങ്ങൾ ഇതേപോലെ. കാരണം ഈ സംഭവം അറിഞ്ഞിട്ട് ഇത് ഏകദേശം ഈ ആരാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഇതിൽ ആവശ്യമില്ലാതെ നടൻ്റെ പൈസ കൂട്ടം കൂടി തട്ടി ഒരു തെളിവ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ നടൻ്റെ നിന്ന് വാങ്ങി 25 ലക്ഷത്തിൽ നിന്ന് 25 പൈസ ഞാൻ എടുത്തുകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് കാണിച്ചു തരുന്ന ആൾക്ക് നാളെ 25 ലക്ഷം റുപ്യ കൈ കണ്ട് കൊടുക്കും. അങ്ങാടിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് തന്നെ എല്ലാവരും എത്തിച്ചു. ഞാൻ കുറച്ച് ഹവാല ഇടപാടില്ല, ഒന്ന് ഞാൻ ഇപ്പോൾ വിളിക്കാം. ഓക്കെ, ഒരു 10 CR ഹവാല വഴി കടത്തിക്കൊള്ളൂ. ഓക്കെ ബൈ. അത് തെറ്റാണ്, 100%. എൻ്റെ അഞ്ചന്മാർ വരെ എന്നെ ചീത്ത പറഞ്ഞു. ഹലോ, ഐ ആം മുകേഷ് മാധവ്. ഹനാൻ ഷാ പെട്ടു എന്ന് തന്നെ പറയണം. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. ഇപ്പോൾ ഇല്ലാത്ത കേസുകളാണ് ഹനാൻ ഷായുടെ പേരിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരനായി നിന്നു എന്നുള്ളതാണ് ഹനാൻ ഷായ്ക്കെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. അവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ തൊപ്പി മോശം പറഞ്ഞതിന് വലിയ രീതിയിൽ പ്രതികരിച്ച് ഹനാൻ ഷാ ഇപ്പോൾ ആളുകൾ ട്രോളുന്നത് സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ യവനൊക്കെ വാതുറക്കത്തോളോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹനാൻ ഷാ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യിപ്പിച്ച പല കാര്യങ്ങളും, തന്നെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ചെയ്യിപ്പിച്ച പല കാര്യങ്ങളും അവിടെയൊക്കെ ഹനാൻ ഷാ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഹനാൻ ഷാ ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണെങ്കിൽ തെളിവുകളൊന്നും സൂക്ഷിക്കത്തില്ല എന്നുള്ള വിചാരമായിരിക്കാം ഹനാൻ ഷാ ഇതിലോട്ട് കൊണ്ടുവരാനിടയായ സാഹചര്യം. അവിടെയൊക്കെ പീഡിപ്പിച്ച വ്യക്തിക്കോ ആ പെൺകുട്ടിക്കോ പൈസ കൊടുത്ത ആൾക്കോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇടനിലക്കാരനായിട്ട് നിന്ന വ്യക്തി ഹനാൻ ഷായാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹനാൻ ഷായ്ക്കേറെയാണ് ഇപ്പോൾ പലരും മുറവിളി കൂട്ടുന്നത്. അവിടെയൊക്കെ ഒരു കാര്യം എടുത്തു പറയണം, ഹനാൻ ഷാ അറിയാതെയാണെങ്കിലും കാണിച്ചത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ഒത്തുതീർപ്പാക്കാൻ പോകരുതായിരുന്നു. അതിന് എത്ര വലിയ പടം മുടങ്ങുകയാണെങ്കിലും, അതുപോലെ തന്നെ എത്ര വലിയ സുഹൃത്തിൻ്റെ പടമായാലും ഇങ്ങനെയുള്ള കുഴികളിൽ പോയി വീഴരുതായിരുന്നു. അവിടെയൊക്കെ ഹനാൻ ഷാ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച ഒരു പെൺകുട്ടിയായിട്ടാണ് എൻ്റെ മുന്നിൽ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയെന്നാണ്. എന്തായാലും ഇവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് ഹനാൻ ഷാ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ട് നോക്കാം. അപ്പം ഈ ഒരു സംഭവത്തിൽ ഈ സംഭവം കൃത്യമായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്ന അറിവും കാര്യങ്ങളും അല്ലാതെ നടന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൃത്യമായ ബോധ്യം വിവരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവത്തിലുള്ള യുവതിൻ്റെ സൈഡ്, അതുപോലെ തന്നെ ഈ സംഭവത്തിലുള്ള അഭിനേതാവിൻ്റെ സൈഡ്, അഭിനേതാവിൻ്റെ മാനേജറെ സൈഡ്, എൻ്റെ കാസറ്റിൻ്റെ സൈഡ്, അതുപോലെ തന്നെ എൻ്റെ സൈഡ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സൈഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാൻ ഒരു സിനിമയിൽ ഇപ്പോഴത്തെ അഭിനയിച്ചിരുന്നു. ഒരേ ഒരു സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം അവിടുന്നാണ് ഈ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നതും തുടങ്ങുന്നതും. ഞാൻ എനിക്ക് തോന്നുന്നു ഡിസംബർ, അതുപോലെ തന്നെ ഏകദേശം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു കാലയളവിൻ്റെ ഇടയിൽ ഇടക്കും തിലക്കുമായിട്ടാണ് ഈ സെറ്റിൽ ഞാൻ പോലും. അധികം നേരം സെറ്റിൽ നിൽക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിൽക്കേണ്ട ആവശ്യം എന്നെ കൊണ്ട് വരുന്നില്ല. കാരണം ഈ പടത്തിൽ ഞാൻ ഏകദേശം ഒരു മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3-3.5 മിനിറ്റിൻ്റെ അടുത്ത് എൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും വരുന്നുള്ളൂ. അവിടെയൊക്കെ ജനങ്ങൾ ആദ്യം ഉന്നയിക്കുന്ന സംശയം ഇത് തന്നെയാണ്. ആകെപ്പാടെ 3.5 മിനിറ്റേ ഉള്ളൂ ഹനാൻ ഷാ. ഹനാൻ ഷായ്ക്ക് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹനാൻ ഷാ എന്തിന് ഇടപെട്ടു? അതും ഒരു പെണ്ണ് കേസ്. അവിടെയൊക്കെ തൊപ്പിയുടെ കാര്യത്തിൽ വലിയ രൂക്ഷമായിട്ട് വിമർശിച്ച ഹനാൻ ഷാ എന്തിനിങ്ങനെയുള്ള കാര്യത്തിൽ പോയി തലയിട്ടു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യവും സംശയവും. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതുപോലൊരു പടത്തിൽ പോയി ഹനാൻ ഷാ അഭിനയിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പം ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ സംഭവം ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സംഭവത്തെക്കുറിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാർ ഒന്ന് ഈ യുവതിയാണ്. ഇങ്ങനെ പരാതികൾ, കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ യുവതിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ യുവതി നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലുപരി നിയമപരമായി പോവാതെ ആ യുവതി അവിടെ ചെയ്തെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇനി യുവതിക്കെതിരെ പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടിയിരുന്നത് ഈ അഭിനേതാവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ് ഞാൻ, അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സംഭവം ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ ലൊക്കേഷൻ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ അവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അതായത് ഒരു മോർച്ചറി ആംബുലൻസ് ഒക്കെ ഉള്ള ഒരു സീൻ്റെ അവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞാൽ എനിക്ക് സെറ്റിൽ അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. എല്ലാവരും ചിരിച്ച് കളിച്ച് ഞാൻ കൂടുതലും ചായ കുടിച്ച് അങ്ങനെ നടക്കുന്നതല്ലാണ്ട് എനിക്ക് പറ്റേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലല്ല. കാരണം ഞാൻ പാട്ടുപാടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു സിനിമാ മോഹിയോ അല്ലെങ്കിൽ സിനിമാ കരിയർ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്ന ആളോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹിച്ച് അഭിനയമോഹമായിട്ട് നടക്കുന്ന ആളൊന്നല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ, ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്ന മനുഷ്യനാണ് ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞുള്ള വ്യക്തി. അപ്പോൾ ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തപ്പം എനിക്ക് എൻ്റെ ബ്ലഡിലുള്ള സ്വഭാവമാണ്. ചില ആൾക്കാർ എന്നോട് ഓരോ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പലരും ഹനാൻ ഷായെ വിമർശിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. എന്തുകൊണ്ട് നോ പറയാൻ കഴിയുന്നില്ല? ഇനിയിപ്പോൾ എത്ര വലിയ സുഹൃത്തുക്കളായാലും അതുപോലെ തന്നെ അച്ഛനും അമ്മയായാലും തന്നെ ചില വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നോ തന്നെ പറയണം. ഇവിടെ അച്ഛനും അമ്മയും അല്ല, ഒരു സുഹൃത്ത് എന്ന നിലയിൽ വന്ന ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനൊരു ഓഫർ വെച്ച് നീട്ടുമ്പോൾ
അതും ആലോചിക്കണം, ഒറ്റ ഡയലോഗില്ല, ആകെപ്പാടെ 3.5 മിനിറ്റ് മാത്രമാണ് ഹനാൻ ഷാ അതിനകത്തുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളിൽ പോയി അഭിനയിക്കാതിരുന്നൂടെ എന്നുള്ള ചോദ്യം പലരും നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. അവിടെയൊക്കെ ഹനാൻ ഷാ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ യൂസ് ചെയ്താൽ തന്നെ ചിലത് നോ എന്ന് പറയാൻ ഹനാൻ ഷയ്ക്ക് അറിയില്ലയോ, അതോ അതും അഭിനയമാണോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹനാൻ ഷാ പറയുന്നത് ഹനാൻ ഷയ്ക്ക് നോ പറയാൻ അറിയില്ല, ഇനി അച്ഛനും അമ്മയായാൽ പോലും ഞാൻ നോ പറയും, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാക്കിയോട് കേട്ടു നോക്കാം. അപ്പോഴേ ഞാൻ ബാസിലിനോടായാലും ചെക്കന്മാരോട് എല്ലാവരോടും പറഞ്ഞു, എനിക്കിപ്പോൾ ഇത് എടുത്താൽ പൊന്തുന്ന ഒരു പരിപാടിയാണോ ഞാൻ തല വെച്ചതെന്ന് അറിയില്ല. തല വെച്ചെന്നല്ല, ഞാൻ ഓക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അഭിനയം അറിയില്ല, അഭിനയ മോഹമല്ല, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു സംഭവമൊന്നുമല്ല. അപ്പോഴേ ചെക്കന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ 100 കൂട്ടം ടെൻഷൻ എനിക്കിത് അഭിനയിക്കാൻ പറ്റാത്തതിലും, അതായത് അഭിനയിച്ച് പോകാൻ പറ്റാത്തതിലും അഭിനയിക്കാൻ പറ്റാത്തതിലും ഞാൻ ഈ അഭിനേതാവിനോട് പങ്കുവച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഹൗസിനോട് പങ്കുവച്ചിട്ടുണ്ട്, ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ എല്ലാ വ്യക്തികളോടും. ഇതിൻ്റെ ആകെയുള്ള സെറ്റിലെ ടെൻഷൻ എന്നുള്ളത് എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനോ ഒരുപാട് സെറ്റപ്പ് ആക്കാൻ ഇതൊന്നും കഴിയണില്ല. കാരണം ഞാൻ അങ്ങനത്തെ പാഷനായിട്ട് വന്ന ആളല്ല. അപ്പം ഇവിടെയൊക്കെ ഹനാൻ ഷാ നേടുന്ന രണ്ടാമത്തെ ഒരു വിമർശനമാണിത്. അതായത് ഹാഷിറിനെ പോലെ ആവാൻ ചെന്നതാണോ? ആദ്യത്തെ സിനിമയിൽ ഹാഷിറിന് ചെറിയൊരു വേഷമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കയ്യടി വാങ്ങി. പിന്നീട് അങ്ങോട്ടൊരു വാഴ 2-ൽ നല്ലൊരു വേഷവും ലഭിച്ചു. അതായത് നായകൻ എന്ന ലെവലിൽ തന്നെ നല്ലൊരു വേഷവും ലഭിച്ചു. അതുപോലെ ആയിത്തീരാനാണോ ഹനാൻ ഷാ ശ്രമിച്ചതെന്നും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് ഹനാൻ ഷാ തന്നെയാണ്. ഹനാൻ ഷാ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷനും. അങ്ങനെയുള്ളപ്പോൾ ഹനാൻ ഷയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർ ഹനാൻ ഷയെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ച് കൂടെ നിർത്തുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയതാണ് ഹനാൻ ഷയുടെ കുഴപ്പം. ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് പോയി തലവെച്ചതാണെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെ കളമശ്ശേരി സെറ്റ് എന്നാണ് ഈ സൈഡ് ആരും കേൾക്കാത്തതാണ്, ആരും പറയാത്തൊരു സൈഡാണ് എനിക്ക് മാത്രം. അതായത് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഈ സംഭവങ്ങളുടെയൊക്കെ CCTV ക്യാമറ പരിശോധിച്ചാലും ഞാൻ പറയുന്ന രീതിയിലാവും കാര്യങ്ങൾ പോവുക. ഈ സംഭവങ്ങളുടെയൊക്കെ വോയിസ് റെക്കോർഡ്സ്, വോയിസ് കോൾസ് പരിശോധിച്ചാലും ഞാൻ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഇതിൽ ഇടപെട്ടിട്ട ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താലും ഞാൻ എന്താണോ ഈ വീഡിയോയിൽ പറഞ്ഞത്, ഇത്ര ആൾക്കാരാണ് ഇതിൽ ഇടപെട്ടത്, അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ പോവുക എന്ന വ്യക്തമായ ബോധം, അതായത് ട്രാൻസ്പെറൻറ്റ് വ്യക്തത ഉള്ളത് കൊണ്ടാണ് സത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ഹനാൻ ഷയെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. പക്ഷേ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹനാൻ ഷ അങ്ങനെ വലിയ തെറ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഹനാൻ ഷ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇനി മറിച്ചെന്തെങ്കിലും ഹനാൻ ഷയ്ക്കെതിരെ തെളിവുകൾ വരുമ്പോഴായിരിക്കും ആ വിശ്വാസം നഷ്ടപ്പെടുന്നത്. അങ്ങനെ കളമശ്ശേരിയിൽ നിന്നാണ് ഈ യുവതിനെ, ഈ അഭിനേതാവ്, നമ്മുടെ സിനിമയിലെ മുഖ്യ അഭിനേതാവ്, എനിക്ക് അതായത് സെറ്റിൽ ഈ യുവതി കാണാൻ വന്നിട്ടുണ്ട്. വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു ചിരിച്ച് കളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എനിക്ക് കയ്യൊക്കെ തന്നതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ആൾ സെറ്റിലെ വേറെ ആക്ടേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം മുഖ്യ അഭിനേതാവിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് ഈ യുവതിനെ സെറ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഇവർ മാത്രമല്ല സുഹൃത്തുക്കളായിട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ സുഹൃത്തുക്കളവിടെ വരലുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ വന്നു. ഇപ്പോൾ കെൻസ് ചെക്കന്മാർ, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് അത് അവിടെ വന്നു. എല്ലാവരും വരുന്നുണ്ട്. അപ്പം നമ്മളെന്താ കാണുന്നതാ ഫ്രണ്ട് വരുന്ന പോകണമെന്നുള്ള രീതിയിൽ കണ്ടു. അങ്ങനെ ആ കളമശ്ശേരിത്തെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരെ പൊളിച്ചുകൊണ്ട് വാടക പെരയ്ക്ക് മാറുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒന്നാമത് 100 കൂട്ട സാധനങ്ങൾ പെരയുന്നത്, ഇപ്പോൾ 2 വാടക പെരയ്ക്ക് ഞങ്ങൾ ഈ ഒരു സംഭവ കാലയളവിൻ്റെ ഇടയിൽ മാറി. അപ്പോൾ ഈ സാധനങ്ങൾ ഏറ്റുന്ന ദിവസമാണ് ഈ ഒരു കോൾ എനിക്ക് ഫസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യുവതിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞു, യുവതി ജസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ വന്ന് എല്ലാ നടന്മാരപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. വളരെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് എനിക്ക് ഒരു പ്രശ്നമുള്ള രീതിയിൽ ഓൾറെഡി ഇതുവരെ തോന്നിയില്ല. നല്ല 2 സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കാണ് തോന്നിയത്, എനിക്കന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റിലില്ലാത്ത സമയം, അതായത് സെറ്റിൽ എല്ലാ ആക്ടേഴ്സും കാര്യങ്ങളും ബാക്കിയുള്ള സീനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നാട്ടിലാണ്, കാരണം എനിക്ക് എല്ലാ സമയം പോകേണ്ട ആവശ്യമില്ല. സിനിമയിൽ ഉടനീളമുള്ള നായകനൊന്നുമല്ല ഞാൻ ചെറിയൊരു ഭാഗത്ത് വന്ന് പോകുന്നുള്ള സീനാണ്. ഇതാണ് ഞാൻ സിനിമൻ്റെ മുമ്പും എൻ്റെ ഓഡിയൻസിനോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യം. ഞാൻ വളരെ കുറച്ചുള്ളൂ, എനിക്ക് ഇതിൽ ഡയലോഗുകൾ കാര്യങ്ങളില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ പറയില്ല, ഈ ഷെരീഫ് ഖാൻ എന്നുള്ളൊരു വ്യക്തി വിളിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഉണ്ടായിക്കോട്ടെ എനിക്ക് നോ പറയാൻ വയ്യ. ഷെരീഫ് ഖാൻ എന്നുള്ള ഒരാളോട് എനിക്ക് ഒരിക്കലും നോ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ പോണത്. ഇവിടെയൊക്കെ ഹനാൻ ഷ പറയുന്നൊരു കാര്യമുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന ലേബലിലാണ് ഈ കേസ് തൻ്റെ അടുത്ത് വരുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഹനാൻ ഷ പറഞ്ഞ കാര്യങ്ങൾ അത്ര വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ആ പെൺകുട്ടി സെറ്റിൽ വന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു, എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാവരും പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ നടൻ കല്യാണം കഴിച്ച വിവരം ആ പെൺകുട്ടിക്ക് അറിയാം, അതുപോലെ തന്നെ ഹനാൻ ഷയ്ക്കും അത് അറിയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഹനാൻ ഷയുടെ മുമ്പിൽ വരുമ്പോൾ അത് എങ്ങനെ വിശ്വസിച്ചു എന്നുള്ളത് പലരുടെയും സംശയമാണ്. അവിടെയൊക്കെ ആ പെൺകുട്ടി അറിയാത്തൊരു കുട്ടിയല്ല, ആ നടനെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കുട്ടിയാണ്. അതിന് തെളിവായിട്ട് ആ സെറ്റിൽ വന്നുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോൾ ഹനാൻ ഷയ്ക്കൊന്ന് ചിന്തിച്ച് നോക്കാമായിരുന്നു, ആ പെൺകുട്ടി പറയുന്നത് തെറ്റല്ലേ, ഇല്ലെങ്കിൽ കള്ളമല്ലേ? കാരണം ഈ നടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അതറിയാതെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ള കാര്യം
അതത്ര വിശ്വാസമല്ല. പിന്നെ വേണമെങ്കിൽ വേറെ രീതിയിൽ എടുക്കാം. ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കാമെന്ന ലെവലിൽ പറഞ്ഞതാണോ എന്നും അറിയത്തില്ല. എന്തായാലും അവിടെ ജനങ്ങളിലൊരു സംശയം തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ വാടാപ്പേരിക്ക് സാധനം മാറ്റുന്ന ദിവസം ഗുഡ്സ് നിന്ന് സാധനങ്ങൾ ഇറക്കിയേക്കാം. ഞങ്ങൾ തന്നെയാണ് കുറച്ച് മുമ്പ് ഇറങ്ങിയ ഒരു കോണി സാധനങ്ങളൊക്കെ ഞങ്ങളൊരു ജീപ്പിൽ കൊണ്ടുപോയിട്ട് പള്ളി കൊണ്ടുപോയി ഇറക്കുന്ന ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മളെ വീട്ടിലത്തെ സാധനങ്ങൾ വാടാപ്പേരിക്ക് മാറ്റുന്ന സമയത്താണ് എനിക്ക് ഒരു രാവിലെ ഒരു 10-12 ഇടയിൽ ഫസ്റ്റ് കോൾ വരുന്നത്. അതായത് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തി ഈ യുവതിൻ്റെയും അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രധാന മുഖ്യ നടനായിട്ടുള്ള വ്യക്തിൻ്റെയും ചാറ്റുകൾ, അതായത് ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ പുറത്തിട്ടിട്ട് എന്താണ് കാട്ടാളൻ്റെ ലൊക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാധനം ആദ്യം സ്റ്റോറി ഇടുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല. ഞങ്ങൾ വീട്ടിലത്തെ സാധനങ്ങൾ ഇറക്കുന്നത് ഇതിന് തിരക്കിലാണ്. അങ്ങനെ ആദ്യത്തെ സാധനം വന്നപ്പോൾ വലിയ ഒച്ചമുളിയും ബഹളങ്ങളൊന്നുമില്ല. കാരണം അതൊരു പേഴ്സണൽ സംഭവമാണല്ലോ. അതായത് ഈ നടനും അതുപോലെ തന്നെ ഈ ഒരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് പുറത്ത് പോണത്. അപ്പം എന്തായാലും ഈ സ്ത്രീ ഈ സംഭാഷണങ്ങൾ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്ത് പോണത്. എന്തായാലും നടൻ കൊടുത്തിട്ടില്ല, ഈ അഭിനേതാവ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തത് പുറത്തു പോയി. രണ്ടാമത് വന്നപ്പോൾ എനിക്ക് ഈ അഭിനേതാവിൻ്റെ കോൾ വന്നു. അതായത് എടാ ആകെ ഇതിൽ ഫോളോ ചെയ്യുന്നത് കാണുന്നത് തന്നെയാണ്, ഈ ഒന്ന് സംസാരിച്ച് അത് റിമൂവ് ചെയ്യാൻ പറയണം. അതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അതായത് ഈ അഭിനേതാവിനോട് പറയണം ഈ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറയണം. ഇതിലൊരു സംശയിക്കേണ്ട കാര്യമുണ്ട്. ഈ ഫോളോ ചെയ്യുന്നത് ഹനാൻഷയെ മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കരുതിക്കുട്ടി ഫോളോ ചെയ്തതായിരിക്കുമോ? ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ഹനാൻഷ സേഫാണ് എന്ന നിലയിലുള്ള തോന്നലുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അതും ആ നടൻ ഹനാൻഷയെ തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഹനാൻഷ അത്ര വിശ്വാസമാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ളപ്പോൾ ഹനാൻഷ അവരെ കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള തെളിവുകളൊന്നും ഹനാൻഷ സൂക്ഷിക്കാൻ വകയില്ല. അതിൻ്റെ ആവശ്യം ഹനാൻഷയ്ക്കില്ല എന്നുള്ളൊരു വിശ്വാസം ആ നടനുള്ളത് കൊണ്ട് തന്നെയാണ് ഹനാൻഷയെ വിളിച്ചത്. ഇതൊരു പോയിന്റാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണം. ഇതിൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും എനിക്കിതിൽ ആലോചിക്കാലോ ചിന്തിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ സിനിമയിൽ ബിഗിനറാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെയാണ് ഞാൻ ഈ സിനിമയിലുള്ളത്, ഏറ്റവും ചെറിയ തട്ടിലുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമയത്തെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിലത്തെ മുഖ്യധാര നടന്മാരും ഇതിലത്തെ മാനേജർമാരും സിനിമേൻ്റെ PR കാര്യങ്ങൾ നോക്കുന്ന ഏജൻസികളും സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തലയിൽ സകല പ്രഷറും വരികയാണ്. അപ്പോൾ ഇതിൽ വരാനുള്ള കാരണം വേറെ ആൾ നിൽക്കാനില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഇവിടെയും ജനങ്ങൾ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹനാൻഷയെ നിർബന്ധിച്ച് ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന ഹനാൻഷ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് ബിഗിനറാണ്, എന്നെ ആർക്കും അങ്ങനെ അറിയത്തില്ല, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയിലും പറയുന്നുണ്ട്. അവിടേക്ക് ഏത് നിലയിലാണ് ഹനാൻഷ ഉള്ളതെന്ന് ആർക്കും വ്യക്തമല്ല. ആദ്യം പറഞ്ഞു എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഞാൻ പോകാൻ പോവുകയാണ്, എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് എല്ലാവരോടും പോയി പറഞ്ഞ ഹനാൻഷ തന്നെ അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ സിനിമ ഉപേക്ഷിച്ച് പോവുകയാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയേനെ. കാരണം ഹനാൻഷയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഹനാൻഷ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നിൻ്റെ പടം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്യേണ്ടത്. അവിടെ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല? അവിടെയൊക്കെ ഹനാൻഷയ്ക്ക് പടം മുഖ്യമായിരുന്നോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ കാസറ്റിന് മെസ്സേജ് അയച്ചു, ബ്രോ ഇതൊന്ന് റിമൂവ് ചെയ്യോ, ഇത് ഓരോ പ്രൈവറ്റ് സംഭവങ്ങൾ ഇതൊന്ന് റിമൂവ് ചെയ്യോ. അപ്പോൾ പറഞ്ഞു ഇത് മാത്രമൊന്നല്ല. എൻ്റെ കാസറ്റ് പറഞ്ഞു ഇത് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇതിലധികമുള്ള സാധനങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്, നിങ്ങളെ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളടക്കം വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നീടുള്ള സ്റ്റോറിയിൽ വരുന്നത്, എൻ്റെ കാസറ്റിൻ്റെ സ്റ്റോറിയിൽ വരുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലൊക്കേഷനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാട്ടാളൻ്റെ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ എന്തായി, മൊത്തത്തിൽ ഇത് സിനിമനെ ബാധിക്കുകയാണ്. അതായത് ഒരാളും ഒരു യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് അവർക്ക് എന്തെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് നിയമപരമായിട്ട് നേരിടണമായിരുന്നു. അതായത് ഇത് ഹനാൻഷ അവരോടായിരുന്നു പറയേണ്ടത്. അതായത് നടൻ ആദ്യം വിളിക്കുമ്പോൾ താങ്കൾക്കിത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ താങ്കൾ നിയമപരമായിട്ട് നേരിടുക, അല്ലാതെ എന്നെ വിളിച്ചിട്ട് ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ പറയുകയല്ല ചെയ്യേണ്ടത്. അവിടെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അത് ആർക്കാരും മനസ്സിലാവും. പക്ഷേ ഹനാൻഷയ്ക്ക് മനസ്സിലായില്ല എന്നാണ് ഹനാൻഷ പറയുന്നത്. ഹനാൻഷ ഒന്നും അറിയാത്തൊരു കുട്ടിയെപ്പോലെ നിന്നു എന്നുള്ളതാണ് ഹനാൻഷ പറയുന്നത്. അവിടെയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഹനാൻഷയുടെ അച്ഛനും അമ്മയും പോലും വിശ്വസിക്കത്തില്ല. സഹോദരങ്ങളുണ്ടെങ്കിൽ നീ ഇത്ര മണ്ടനാണോ എന്ന് വരെ ചോദിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഹനാൻഷ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ പൊട്ടനാണോ എന്നുള്ള രീതിയിലും പലരും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ നടന് യുവതിയായിട്ടോ യുവതിക്ക് നടനായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ട് പോലീസിലേക്ക് അതിനെ ആദ്യം നീക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു ടീം പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ടീം വാങ്ങാനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാത്ത പക്ഷം ഒരു ടീമിൻ്റെ പ്രൈവറ്റ് ചാറ്റുകളും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ എൻ്റെ കാസറ്റ് പറഞ്ഞ അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഡീപ്പിക്കലല്ല ചെയ്യേണ്ടിയിരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ
ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തു, അതിൽ പറഞ്ഞ് റിമൂവ് ചെയ്യൂല, ഇത് മാത്രമല്ല, ഈ കേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല, ഈ നടൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഈ പെണ്ണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ. ഞാൻ ആകെ അവരെ കണ്ടത് ഒരു ഫ്രണ്ട്സായിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ക്യൂബ്സ് കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ക്യൂബ്സ് എനിക്ക് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് കോൾ വന്നു, ഇത് എന്താ ഹനാനെ സംഭവം, എന്താണ് നമ്മളെക്കുറിച്ച് പറയണത്. അപ്പം ഇവരും പറയണത് ഒരേ ഒരു റീസണാണ്, ഈ വ്യക്തി ഫോളോ ചെയ്യുന്ന ഒരേ ഒരാൾ ഞാനാണ്. ഇവരാരും മെസ്സേജ് അയച്ചിട്ട്, അതായത് ഈ നടൻ മെസ്സേജ് അയച്ചിട്ട് ഈ എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കണില്ല, ഈ നടൻ്റെ മാനേജർ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കണില്ല. അതുപോലെ തന്നെ ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്ന്, പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് അയച്ച് നോക്കിയിട്ട് എന്താണ് ബ്രോ സംഭവം. കാരണം ക്യൂബ്സ് ഇതിൽ സമ്പൂർണ്ണ നിരപരാധികളാണ്. എന്താണ് സെറ്റിൽ നടക്കണം, സെറ്റിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ഒന്നും നടക്കണം, സെറ്റിലൊന്നും നടക്കണം ആരും കാണില്ല. അപ്പോൾ എന്താണ് സെറ്റിൽ നടക്കണം എന്നുള്ള പ്രശ്നം അറിയാതെ എല്ലാവരും ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വ്യക്തി ആകെ റിപ്ലൈ തരുന്നത് എൻ്റെ മെസ്സേജിന് മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് എവിടെയുള്ളത്, സെറ്റിലല്ല, ലൊക്കേഷനിലല്ല. അപ്പോൾ ലൊക്കേഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു സെറ്റിൽമെൻറ്റ് പോലത്തെ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സംഭാഷണം അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, ഇവർ ഈ പൈസ തരുന്ന പറയുന്ന കാര്യങ്ങൾ, ഇത് മൊത്തം എന്താവും ഈ ടീമിന്, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ടീമിന് വീഡിയോ എടുത്തേക്കുക, നടൻ്റെ മാനേജറിനും വീഡിയോ എടുത്തേക്കുക, ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇവരത് ചെയ്യണില്ല. അപ്പോൾ ഇവരത് ചെയ്യണില്ല എന്നല്ല, ഇവരുള്ള സ്ഥലത്തല്ല ഞാനുള്ളത്, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അല്ല, ഇത്ര വ്യക്തമായിട്ട് ഹനാൻഷ സെറ്റിൽ ഇല്ല എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ആ സെറ്റിലുള്ള ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ എങ്ങനെ ഹനാൻഷ സെറ്റിൽ ഇല്ല എന്നുള്ള കാര്യം അവർക്കറിയാൻ കഴിയും? അവിടെയൊക്കെ ഹനാൻഷയെ ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ നടനും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണോ എന്നും അറിയത്തില്ല. കാരണം ഈ പൈസ പോയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് വ്യക്തമാകത്തുള്ളൂ. എന്തോ ഈ മുഖ്യ നടൻ തന്നെ ഹനാൻഷയെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഫസ്റ്റ് വരുന്നത് ഞാൻ എഴുതി വെച്ചു, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഈ യുവതി പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരയായി എന്നുള്ളൊരു സംഭവമല്ല ഞാൻ കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവത്തിലോ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിലല്ല ഞാൻ ഇവരെ കാണുന്നത്. ഞാൻ കേൾക്കുന്ന കേസ് എന്താ വെച്ചാൽ, ഈ എൻ്റെ കാസറ്റ് അക്കിമിനോട് പറയുന്ന കേസ് എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചൊക്കെയാണ്. അതായത് ഈ നടന് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം വേണം. ഈ പറ്റിക്കപ്പെട്ടതിനൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഒരുപാട് പേര് ജീവിതം ആഗ്രഹിച്ചു ഇയാളുടെ കൂടെ അങ്ങോട്ട്. എനിക്ക് മനസ്സിലാവണില്ല, ഈ യുവതി ഓൾറെഡി വിവാഹിതനായിട്ട് ഭാര്യൻ്റെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ്റെ അടുത്ത് നിന്ന് എന്ത് വിവാഹ വാഗ്ദാനമാണ് ഇവർക്ക് കിട്ടിയത്, അതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുവതി അത് വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് മനസ്സിലായില്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ടതല്ലേ? ആ അവസരം യൂസ് ചെയ്യാതെ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊരു പൊട്ടനായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ. ഹനാൻഷ ഒരു പൊട്ടനാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഹനാൻഷയെക്കുറിച്ച് അങ്ങനെ വലിയ അലിഗേഷൻസ് ഒന്നും നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹനാൻഷ പറയുമ്പോൾ ആളുകൾ തന്നെ ചിന്തിക്കും, നീ ഒരു പൊട്ടനാണോ എന്ന്. ഇല്ലെങ്കിൽ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയത്തില്ല. ആ രീതിയിലാണ് ഹനാൻഷ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തന്നെ വിശ്വസിക്കുമെന്ന് സംശയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുവതി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഈ വിവാഹ വാഗ്ദാനം നൽകിയ ഡാറ്റ, വിവാഹ വാഗ്ദാനം കൊടുത്ത ഡാറ്റ, കാരണം അതൊക്കെ എല്ലാത്തിനും ഒരു ഡാറ്റ ഉണ്ടാവുമല്ലോ, പറഞ്ഞ കോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് കോൾസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ സൈബർ സെൽ ഇത് എടുത്തുതരും. അപ്പം ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഈ യുവതി എന്ത് ചെയ്യേണ്ടിയിരുന്നു, നേരെ പോലീസിൽ പോയിട്ട് എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇന്നൊരു നടന് ഇന്നങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്, എന്നെ നിയമപരമായിട്ട് സഹായിക്കണം, ഈ കേസിൽ സാറോട് തീർപ്പാക്കണം, അല്ലെങ്കിൽ പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാണ് വേണ്ടിയിരുന്നത്. അതിലുപരി ഈ യുവതി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ആദ്യം പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ, കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ചാറ്റ് പോകുമ്പോൾ ആദ്യത്തൊന്ന് പോയി, രണ്ടാമത്തൊന്ന് പോയി, മൂന്നാമത്തതും പോയി, നാലാമത്തെ വന്നിട്ട് എങ്ങോട്ടായി, സിനിമയിലെ, അതായത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഓരോരോ രംഗങ്ങളുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ സ്നാപ്പ് പോലെ അങ്ങനത്തെ സംഭവം പോലെ ഇട്ടതാണ്. പക്ഷേ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, അതായത് സിനിമയിലെ മെയിനായിട്ട് വരുന്ന ക്ലൈമാക്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന സിനിമ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇറങ്ങാത്തൊരു സിനിമയത്തെ ദൃശ്യങ്ങൾ ലീക്ക് ആവുന്നത് ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. കാരണം അയാൾ ഓൾറെഡി 25-35 കോടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഒരു തെറ്റും ചെയ്യാതെ ഈ ഇറങ്ങാൻ പോണ ഒരു സിനിമയത്തെ വിഷ്വൽസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യൂബ്സ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇന്നാവണത് ആ ഒരു സമയത്താണ്. കാരണം മെയിൻ ക്ലൈമാക്സത്തെ ഒരു വിഷ്വൽ വന്നു, ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, വന്നു, മോർച്ചറിത്തെ വിഷ്വൽ വന്നു, ഓരോന്ന് ഇവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവണില്ല. അതിൽ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി പറഞ്ഞു, അവിടേക്ക് റിലീസാവാത്ത പടത്തിൻ്റെ ഇങ്ങനെയുള്ള വിഷ്വൽസ് അവർക്ക് എങ്ങനെ കിട്ടി? അത് കിട്ടണമെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ഏറ്റവും നല്ലതായിട്ട് അറിയുന്ന ആളുകൾക്കായിരിക്കണം ചോർത്തി കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളപ്പോൾ സംവിധായകനെ സംശയിക്കാം, എഡിറ്ററെ സംശയിക്കാം, നിർമ്മാതാവിനെ സംശയിക്കാം, പ്രമുഖ നടനെ സംശയിക്കാം. ഇവിടെയൊക്കെ വീണ്ടും സംശയിക്കേണ്ടി വരുന്നത് ആ നടനെ തന്നെയാണ്. അതായത് എന്തുകൊണ്ട് ഹനാൻഷയെ തന്നെ വിളിച്ചു,
ഹനാൻഷയെ മാത്രം ഫോളോ ചെയ്യുന്നൊരു വ്യക്തി ഇങ്ങനെയൊക്കെ ഹനാൻഷയെ ആക്കി തീർത്തതാണോ എന്നുള്ളതിലും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പം ഹനാൻഷ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചെയ്തതായിരിക്കാം. കാരണം ഒരു നടൻ, പിന്നെ ഞാൻ പുതുമുഖ നടനാണ്, ഞാനിട്ട് നല്ലതായിട്ട് അഭിനയിക്കുന്നുമില്ല, അതുപോലെ തന്നെ നിർമ്മാതാവിൻ്റെ പണം പോകുന്നുള്ള പേടി, പിന്നീട് സുഹൃത്തിൻ്റെ പടം എന്നുള്ള ലെവലിലൊക്കെ ആ സമയത്ത് ഇതൊന്നും ഓർക്കാതെ ചെയ്തതായിരിക്കും. എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി ഹനാൻഷ ഇടപെട്ടതായിരിക്കും, ഒരു നന്മമരം കളിച്ചതായിരിക്കാം. എന്തായാലും ആ നന്മമരത്തെയാണ് ഇപ്പോൾ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പോലെ യൂസ് ചെയ്ത ടേം എന്ന് എനിക്കറിയില്ല. ഇവരാവശ്യപ്പെടുന്നത്, ഈ യുവതി ആവശ്യപ്പെടുന്നത് ഇതിന് ഇത്ര എമൗണ്ട്, അതായത് 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വലിയ എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ കുറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിച്ചത് ഈ നടൻ്റെ മാനേജർമാരാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ആദ്യം പറഞ്ഞ വലിയ തുക ഇവർ കൊടുക്കാൻ എന്തായാലും റെഡിയല്ല. ഇങ്ങനെ എമൗണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, കേസ് പിൻവലിക്കാം, ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ റിമൂവ് ചെയ്യുക, ഞങ്ങൾ ഈ പ്രൈവറ്റ് ചാറ്റുകൾ റിമൂവ് ചെയ്യുക, ഈ കാര്യങ്ങൾ മൊത്തം ഈ പൈസ തന്നാൽ ഞങ്ങൾ സെറ്റിൽ ആവുക എന്നുള്ളത് എൻ്റെ കാസറ്റും ഈ യുവതിയും പറയണം. അതായത് എന്നോട് യുവതിയല്ല വന്ന് പറയണത്, യുവതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. കാരണം യുവതി ഈ കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളത്, സ്ക്രീൻഷോട്ട് ഫുൾ അയച്ചു കൊടുത്തുള്ളത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്കാണ്. അപ്പോൾ യുവതിൻ്റെ സൈഡ് ഫുൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് തന്നാൽ, പൈസ ആയിട്ട് തന്നാൽ നമ്മൾ കംപ്ലയിൻറ്റിന് പോകില്ല, നമുക്ക് ആരോപിച്ചതിന് കംപ്ലയിൻ്റ് ഇല്ല, നമുക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിന് കംപ്ലയിൻ്റ് ഇല്ല, നമുക്ക് ബാക്കി എന്ത് നടന്നോ അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടിയാൽ ഞങ്ങൾ കംപ്ലയിൻറ്റുകൾ പിൻവലിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെ ആരോപണങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നടൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കേണ്ട രീതി എന്താണ്? നിയമപരമായിട്ട് നേരിടുകയാണ്. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ തന്നാൽ, 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും പൈസ നിന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസിനൊന്നും പോകില്ല. അപ്പം തന്നെ ഇപ്പം കൃത്യം വ്യക്തമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് യുവതിയും എൻ്റെ കാസറ്റ് ഉദ്ദേശിച്ചതും, ഇത് എന്തൊക്കെ നടന്നതുകൊണ്ടായിരിക്കും ഈ നടൻ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി 25 ലക്ഷം സ്പോട്ടിൽ, അതായത് അന്നേ ദിവസം തന്നെ കൊടുത്ത് ഒത്തുതീർപ്പാക്കി എന്നുള്ളതും ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നേക്കും. അവിടെ നടൻ എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. അതായത് ആ പെൺകുട്ടി ഉന്നയിച്ച ആരോപണം കറക്റ്റ് ആണെന്ന് വേണം കരുതാൻ. അതുകൊണ്ടല്ലേ പറയുന്ന തുക കൊടുത്ത് അത് ഒഴിവാക്കാൻ നോക്കിയത്. അവിടേക്ക് ഈ പൈസയുടെ സ്രോതസ്സ്, അതായത് ഈ പൈസ ആരാണ് കൊടുത്തത്, അതൊരു സംശയമാണ്. ഇനിയിപ്പോൾ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളാണ്, ഞാൻ ഹവാല ഏജൻറ്റ്, ഞാൻ എൻ്റെ എല്ലാ വണ്ടികളാണെങ്കിലും എൻ്റെ ഫേംസ് ആണെങ്കിലും കൃത്യമായ ഡാറ്റയോട് കൂടി ഞാൻ EMI അടച്ചു പോകുന്ന ആളാണ്. എൻ്റെ എല്ലാ വണ്ടികൾക്കും, അതായത് എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് എൻ്റെ ട്രാൻസാക്ഷൻസ് ഫുള്ള് നടക്കുന്നത്. GST അടച്ചു പോകുന്ന ആളാണ്, ITR ഫയൽ ചെയ്ത് പോകുന്ന ആളാണ്, ഈ ഓരോ ഇവൻറ്റിനും TDS കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ്. അപ്പം ഈ യുവതി എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പൈസ ചോദിക്കുകയാണ്. പൈസ ചോദിച്ചിട്ട് പൈസ എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ മാനേജറോട് പറഞ്ഞു. കാരണം ചെറിയ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കാൻ മെസ്സേജ് അയക്കണതൊക്കെ ഓക്കെയാണ്, പക്ഷേ പൈസ തന്നാലും ഞങ്ങൾ സെറ്റിൽ ആവാന്ന് ഈ യുവതി ഹക്കീമും പറഞ്ഞതോടെ, ഹക്കീമാണ് യുവതിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്, ഹക്കീം പറയണതോടെ എനിക്ക് മനസ്സിലായി സംഭവങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല എൻ്റെ ആവാൻ പോണത്. ഇത് വലിയ ഗുരുതര പ്രശ്നങ്ങളാണ്, ഞാൻ ഇടയിൽ നിൽക്കുന്നത് ഒരു മണ്ടൻ കേസാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഒരിക്കലും പിന്നെ അഞ്ചന്മാർ വരെ എന്നെ ചീത്ത പറഞ്ഞ കാര്യമുണ്ട്, എന്ത് തേങ്ങക്കാണ് അതിൽ പോയി തല വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനിതിൽ വരാനുണ്ടായ സാഹചര്യം, ക്യൂബ്സ് ഇറക്കുന്ന ഒരു സിനിമൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡ്യൂസർ മാനേജർ സൈഡിൽ നിന്നൊക്കെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഹനാൻ നീ ഒന്ന് സംസാരിക്കുക. ഒന്ന് ഈ സിനിമയിലെ ദൃശ്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവനവന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ അവനവനുള്ളത് അവനവൻ എന്തെങ്കിലും കുത്തിതീർപ്പ് വെച്ച് കഴിഞ്ഞാൽ അവനവൻ സ്വീകരിക്കുക. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗ്ഗം, ഇത്രയും ആൾക്കാർ ചെയ്ത സിനിമയുടെ ദൃശ്യങ്ങൾ മൊത്തം ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ആ സിനിമ ഇറങ്ങിയിട്ട് അതിലത്തെ മെയിൻ സീനുകളൊക്കെ വാട്സപ്പ് കൂടെ ഇറങ്ങിയിട്ട് പിന്നെ ആ സിനിമ ഇറക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ ഹക്കീം എന്നുള്ള വ്യക്തി, എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി ഒരിക്കലും ഇവരായിട്ടോ ഈ പ്രൊഡക്ഷൻ ഹൗസിലെ മാനേജേഴ്സായിട്ടോ PR ടീമായിട്ടോ ഈ നടൻ്റെ മാനേജറായിട്ടോ സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ റെക്കോർഡ് ചെയ്യും. എന്തൊക്കെയാണല്ലോ ഇതൊരു എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞല്ലോ, അതായത് പൈസ തട്ടിക്കുന്ന സംഭവമാണ്. അപ്പം ഇവർ റെക്കോർഡ് ചെയ്യും. ഞാനാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവർക്ക് ഇന്നെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ, ഇന്നെ വെച്ചിട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കിത് റെക്കോർഡ് ചെയ്ത് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഇവർ തമ്മിൽ ഇത് വരുത്തി വെച്ചതൊക്കെ ഈ ഒരു യുവതിയും ഈ ഒരു അഭിനേതാവും ഈ കംപ്ലയിൻറ്റ് പോയി പറഞ്ഞ ഹക്കീം, ഈ വ്യക്തികളാണ് ഇതൊക്കെ വരുത്തി വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് നാലാളെ കാണിക്കേണ്ട ഒരു സംഭവമല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഈ യുവതിയും ഹക്കീമും ഇന്നതിലിടയിൽ നിർത്താനുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്. അത് ചിലപ്പോൾ ശരിയാവാം. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ള പരിപാടി ഹനാൻഷയ്ക്ക് കാണത്തില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. കാരണം കോൺട്രവേഴ്സി ഉണ്ടാകുന്ന കാര്യമാണ്. അതിലൊക്കെ ഹനാൻഷ ഇടനിലക്കാരനായിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വേറെ രീതിയിലൊക്കെ പോകും എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കണം. എന്തായാലും ആ ഒരു ചിന്ത ഹനാൻഷയ്ക്ക് ഇല്ലാതെ പോയതാണ് ഇപ്പോൾ ഹനാൻഷ ഇങ്ങനെയൊക്കെ വന്ന് ആളുകൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട അവസ്ഥ വന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്, ഇത് ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കും എന്നുള്ള കാര്യം കൂടാണ്. കാരണം ഹനാൻഷ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും
സംശയം തോന്നിക്കുന്ന രീതിയിലാണ് ഹനാൻ ഷാ ഓരോ പ്രവൃത്തിയും ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ട് ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനോടും പറഞ്ഞു ഞങ്ങളെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം, നമുക്ക് ഇനിയും കാര്യങ്ങൾ നമുക്ക് ഒത്തുതീർപ്പാക്കാം. പക്ഷേ ഇടയിൽ നിൽക്കുന്നത് ഹനാൻ മാത്രമായിരിക്കണം, ഓനെ നമുക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞാൽ. ഈ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഞാൻ ഒന്നാമത് സെറ്റിലില്ല, ഈ കാര്യങ്ങളോ ഫോൺ കോൾസോ വരുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട് പണിയിലും കാര്യത്തിലുമാണ്. എനിക്കിത് റെക്കോർഡ് ചെയ്തിട്ട് സെറ്റിലാവണത് തന്നെ അന്നത്തെ ഒരു ദിവസം എൻ്റെ ഫോണിക്ക് അഭിനേതാവിൻ്റെ ഒരു 100 കോള്, അഭിനേതാവിൻ്റെ മാനേജർ ഒരു 100 കോള്, പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു 100 കോള്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തിന് ഇന്ന ഇടനിലക്കാരനാക്കി, വേറെ ആരെയും ചൂസ് ചെയ്യാതെ ഇതിൽ ഇടനിലക്കാരനാക്കിയൊരു കാര്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഈ സ്ത്രീയും കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവരും ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇവർക്കറിയാം. അതായത് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ കുടിക്കിട്ട് അകത്തുള്ള പൈസ ഇവർ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുമ്പോൾ ഇടനിലക്കാരനായിട്ട് ഒരിക്കലും പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരാളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇയാളും നാളെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ ബാധിക്കുന്ന കാര്യമുണ്ട്, ഇവർ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ അഭിനേതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല, ഇതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരും എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ലൊക്കേഷനിലല്ല എന്നുള്ള കാര്യം ഇവർ വ്യക്തമായിട്ട് സംസാരിച്ചിന്നായിട്ട് ഉറപ്പുവരുത്തിയ കാര്യം. ഞാൻ ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കും അറിയാം. ഞാൻ ഇപ്പോൾ ആലോചിച്ച് കൊണ്ട് അന്ന് ഞാൻ ലൊക്കേഷനിലായാൽ മതിനു, കാരണം എനിക്കൊന്നും അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ടില്ലേനു. ഞാനന്ന് ദൈവം സഹായിച്ച് ഞാൻ ലൊക്കേഷനിൽ പെടാതെ പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് പോയി ലൊക്കേഷനിൽ ഇരുന്നാൽ മതി, അങ്ങനെ ഈ കോളൊന്നും ഇന്ത്യക്ക് വരില്ല. അങ്ങനെ ഇന്നതിൻ്റെ ഇടയിൽ നിർത്തി ഇങ്ങനെ 25 ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിലാവും എന്നുള്ള കാര്യം പറയുകയാണ്. പൈസ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ സംഭവങ്ങളല്ല. അപ്പോൾ ആദ്യം പൈസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ അഭിനേതാവിൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു ഇത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ ഇടപെടി. കാരണം നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഈ യുവതിനെ കൊണ്ടുവന്നതും ഈ പ്രശ്നങ്ങളും യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഈ യുവതി പരാതികൾ പോയി പറഞ്ഞത് ഈ ഒരു വ്യക്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ തീർക്കി. കാരണം നമ്മളിൽ ഇടയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തവരാണ് ഈ കാര്യങ്ങൾ അവസാനം വരെ നിൽക്കേണ്ടത്. പക്ഷേ ഈ യുവതിയും ഈ എൻ്റെ കാസറ്റ് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഹനാൻ അല്ലാതെ ഇതിൽ ഒരാളും ഇടയിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിത് റെക്കോർഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഈ കോൾസ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എനിക്കിത് ആരെ കൊണ്ടേ കാണിക്കാനാണ്, എനിക്ക് ആരോട് പരാതിപ്പെടാനാണ്. പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ, അതന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതൊക്കെ നടന്ന റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ ഈ യുവതിയാണ്. ഈ യുവതി ഈ പൈസ വാങ്ങിയതിനെതിരെയും ഈ എൻ്റെ കാസറ്റ് പൈസ വാങ്ങിയതിന് പരാതി ഉണ്ടെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആൾക്കാർ അഭിനേതാവിൻ്റെ മാനേജറാണ്. അപ്പം ഞാൻ പറയണത്, ഞാൻ എന്ത് അന്വേഷണത്തിനും ഞാൻ റെഡിയാണ്. അതായത് എൻ്റെ ഫോൺ കോൾക്ക് അന്ന് വന്ന ഫുൾ കോളിൻ്റെ ഡാറ്റ എന്നോട് നാളെ പോലീസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഹാജരാക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ഈ കേസിൽ അഭിനേതാവിൻ്റെ പൈസ തട്ടാനോ അല്ലെങ്കിൽ അഭിനേതാവിനെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഈ യുവതിക്ക് പൈസ വാങ്ങി കൊടുക്കാനോ ഒന്നും നിന്നൊരാളല്ല. അതായത് ഈ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സംഭവം തെറ്റ് നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചാമ്പേണ്ട ഒരു ആവശ്യം, അതായത് ഹനാൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഇല്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഇന്നെ പിടിച്ചതിൻ്റെ ഇടയിൽ ഇട്ടത്. ഇവിടെയൊക്കെ പലരും സംശയിക്കുന്നത് ഹനാൻ ഷാ ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്ന് ആ നടൻ്റെ പൈസ തട്ടിയെടുത്തു എന്ന നിലയിലും പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഹനാൻ ഷയ്ക്ക് ഇമാതിരിയുള്ള ചീപ്പ് വിലയൊക്കെ കാണിച്ചിട്ട് ഇത്രയും പൈസ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ നേരായ മാർഗത്തിലൂടെ തന്നെ ഹനാൻ ഷയ്ക്ക് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലൂടെ പോയാൽ തന്നെ ഇതിനപ്പുറം കാശ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടുള്ള പണവും ഹനാൻ ഷയ്ക്ക് ആവശ്യമുള്ളതല്ല. അതൊരു പക്ഷേ ഈ രണ്ട് കൂട്ടർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഹനാൻ ഷാ ഇതിലേക്ക് വലിച്ചെടുത്തത്. പൈസ ആദ്യം റിക്വസ്റ്റ് ചെയ്തത് വലിയ എമൗണ്ട് ആയിരുന്നു. വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ഈ അഭിനേതാവ് പറയുന്നുണ്ട് പൈസ കൊടുക്കാൻ ഞങ്ങൾ റെഡിയല്ല, പൈസ കൊടുക്കണില്ല, കാര്യങ്ങൾ കൊടുക്കണില്ല. അപ്പോൾ ആദ്യം ഒരു സ്ക്രീൻഷോട്ട് വന്നു. പിന്നെ ചോദിച്ചു പൈസ തരുന്നുണ്ടോ, അപ്പോൾ അടുത്ത സ്ക്രീൻഷോട്ട് വന്നു. അപ്പം അങ്ങനെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അഭിനേതാവ് എന്തിന് തയ്യാറാവുകയാണ്, എന്നാൽ ഇതിന് കൂടി വരണ്ട, നമുക്ക് പൈസ കൊടുക്കാൻ നമ്മൾ റെഡിയാണെന്നുള്ളൊരു സംഭവം വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവരെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ ഇവരെ വിളിക്കി. പക്ഷേ ഇവർ ജന്മമുണ്ടെങ്കിൽ ഇവർ വിളിക്കണ കോള് ഈ എൻ്റെ കാസറ്റ് എടുക്കണില്ല. എൻ്റെ കാസറ്റ് ആണെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടാൻ റെഡിയല്ല. രണ്ട് ടീമിനും ഇതിൻ്റെ ഇടയിൽ വരരുത്. ഇടയിൽ ഈ പാവം ഞാൻ കുടുങ്ങി ഉള്ളത് പറയാലോ. ഞാനിതിൻ്റെ ഇടയിൽ എൻ്റെ അഞ്ചന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഞ്ചന്മാരുടെ അടുത്ത് വരെ ചീത്ത കിട്ടിയിട്ട് എനിക്ക് മതിയായി. എന്ത് തേങ്ങാക്കൊലക്കാണ് ഇതിൻ്റെ ഇടയിൽ പോയി നിന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം പേഴ്സണൽ ചാറ്റ് ഇട്ടു, പിന്നെ ലൊക്കേഷനിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്കാക്കി തുടങ്ങിയപ്പോഴാണ് പ്രൊഡക്ഷൻ ഹൗസും കൂടി ഇടപെട്ടത് എങ്ങനെയാ വെച്ചാൽ പരിഹരിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഇതിൽ ഈ നായകന് നൽകിയിട്ടുള്ളത് ഈ നായകൻ സിനിമയിൽ അഭിനയിച്ചതിനുള്ള പ്രതിഫലം മാത്രമാണ്. ഈ പ്രതിഫലം നേരത്തെ ചോദിച്ച നായകൻ്റെ സൈഡിൽ നിന്ന് നായകൻ നേരത്തെ ചോദിച്ചപ്പം ഇയാൾക്ക് ഈ പ്രൊഡക്ഷൻ ഹൗസ് വേഗം പ്രതിഫലം കൊടുക്കുകയാണ് ചെയ്തത്. പൈസ കിട്ടാതെ വന്നപ്പോൾ പുതിയ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് പൈസ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്നോട് ഈ അഭിനേതാവിൻ്റെ മാനേജർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ കുറേ പ്രാവശ്യം ഇതിന് ഇറങ്ങാൻ ശ്രമിച്ചാണ്. കാരണം ഇത് വ്യക്തമായിട്ടും ഈ ഫോൺ കോൾസിൽ ഉണ്ടാവും. നാളെ അത് പോലീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, എൻ്റെ ഫോൺ ഹാജരാക്കി. ഇതേപോലെ അഭിനേതാവും ഈ യുവതിയും എല്ലാവരും ഈ ഹക്കീമും എല്ലാവരും അവരുടെ ഫോൺ കോളുകളും സംഭവങ്ങളും മെസ്സേജുകളും ഹാജരാക്കാൻ അവിടെ റെഡി ആകുമ്പോൾ ആരാണ് കുറ്റം ചെയ്തവർ, ആരാണ് പൈസ വാങ്ങിയത്, പൈസ വാങ്ങിയതിൻ്റെ റീസൺ എന്താണ്, പൈസ കൊടുക്കാനുള്ള റീസൺ എന്താണെന്നൊക്കെയുള്ളത് നാളെ പുറത്ത് വരും. അപ്പം ഇതിനെല്ലാവരും റെഡി ആവണം. അതാണ് എനിക്ക് പറയുന്നത്. എല്ലാവരും നിയമപരമായിട്ട് പോകണമെങ്കിൽ എല്ലാവരും നിയമപരമായിട്ട് പോകണം. ഞാൻ എന്തായാലും നിയമപരമായിട്ട് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഇല്ലാത്ത കേസിൽ ഇന്നെ പറഞ്ഞിട്ട് ഇന്നെ ഹവാലക്കാരനാക്കി
തീരുമാനമാക്കി ഞാൻ നടൻ്റെ പൈസ ഞാൻ തട്ടി. എനിക്കെന്തിനാണ് നടൻ്റെ പൈസ തട്ടേണ്ട ആവശ്യം? ഞാനത് ഇത്ര ഗതികെട്ട മനുഷ്യനാണോ? ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ 30 ദിവസമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചത്. അതിന് മാത്രമുള്ള സമയമൊന്നും സ്ക്രീനിൽ വന്നിട്ടില്ലെങ്കിലും ഈ സിനിമ കുറച്ച് എടുത്തു പോകുന്ന സംഭവം. കുറേ ദിവസം ഞാൻ കാരവാനിൽ വെറുതെ ഇരുന്നിട്ടുണ്ട്, കുറേ ദിവസം റൂമിൽ വെറുതെ കടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും 30 ദിവസം ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒഴിവാക്കിയിട്ട് ആണ് ഞാൻ ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ഷോസ് ഒഴിവാക്കി ഞാൻ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് സിനിമയ്ക്ക് ഇറങ്ങാതെ ഈ സ്റ്റേജ് ഷോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എത്രത്തോളം പൈസ ഉണ്ടാവും? എത്രയോ പൈസ ഉണ്ടാവും. എനിക്കിതിന് നിൽക്കേണ്ട ഈ അഭിനേതാവിൻ്റെ പൈസ എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കും, ഇപ്പം ഇങ്ങനെ ഒരു കേസ് എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കാം, ഞാൻ ലൈഫിൽ ഇപ്പോൾ പാട്ടുകാരനായി, വ്ളോഗറായി, ഞാനൊരു അധ്യാപകനായി, ഞാനൊരു ടീച്ചറായി. അപ്പോൾ ഞാനിങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഇന്നൊരു മീഡിയേറ്ററിൻ്റെ വേഷം കെട്ടി ഞാനൊന്ന് നിൽക്കട്ടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ യുവതിൻ്റെ അടുത്തേക്കോ ഈ അഭിനേതാവിൻ്റെ അടുത്തേക്കോ പോയ ആളല്ല. ഈ യുവതി ഹക്കീം എന്നുള്ള വ്യക്തികളെ റിക്വസ്റ്റും അതുപോലെ തന്നെ ഈ അഭിനേതാവിൻ്റെ മാനേജർ റിക്വസ്റ്റും ഞാനിതിൻ്റെ ഇടയിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്തിനാണ് നിങ്ങൾ ചോദിക്കുമ്പോഴുള്ള കാര്യമാണ്. ഇത് വേറെ ആൾ എന്നാൽ ഈ കാര്യങ്ങൾ ഫുള്ള് റെക്കോർഡ് ചെയ്യും, കാര്യങ്ങൾ നാളെ തന്നെ പുറത്തു വരും. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ നിന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ നാളെ പുറത്തു വരില്ല. ഞാനായിട്ട് ഇങ്ങനെ നല്ല ഒരു പൊസിഷനിൽ നല്ല സുഖജീവിതം നയിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഇത് നാളെ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഹലോ പോലീസല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് അറിഞ്ഞ് കണ്ട് പോലീസ് ഒന്ന് കേസ് എടുക്കിട്ടോ എന്ന് വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് എന്നെ പിടിച്ചിടുന്നത്. ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. അത് തന്നെയാണ് ഇപ്പോൾ പലരും വിമർശിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും ഹനാൻഷിക്ക് അറിയത്തില്ലായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നായകന് മുൻകൂറായിട്ട് പൈസ കൊടുത്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ബാക്കിയുള്ള പൈസ ആര് കൊടുത്തതാണ് എന്നുള്ളത് അറിയത്തില്ല. ഇനി നായകന് പൈസ കൊടുക്കാനുള്ളതാണോ എന്നും അറിയത്തില്ല. എന്തായാലും അവിടെയൊക്കെ ഒരു സംശയമുണ്ട്. ഈ പൈസ കൊടുത്തത് ആരാണ്, ഇല്ലെങ്കിൽ പൈസ ആരാണ് വാങ്ങിച്ചത്, പൈസ എങ്ങോട്ടാണ് പോയത് എന്ന്. അതൊരു ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. അത് അന്വേഷിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്. അപ്പോൾ ഈ ഒരു പൈസ അക്കൗണ്ട് ത്രൂ പോയി കഴിഞ്ഞാൽ എന്തായാലും നാളെ പ്രശ്നങ്ങളാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അക്കൗണ്ട് അയച്ച ആളുണ്ടോ അക്കൗണ്ട് എടുത്ത ആളുണ്ടോ ഫുൾ ഡീറ്റെയിൽ ആവും. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷത്തിൽ ആദ്യത്തെ 10 ലക്ഷം രൂപ ക്യാഷായിട്ട് അഭിനേതാവിൻ്റെ മാനേജർ ആൾക്കാരാണ് ഈ എടപ്പാൾ ഭാഗത്ത് എത്തിക്കുന്നത്. പിന്നുള്ള അതായത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എത്രയാണ് പൈസ കൊടുക്കാതിരിക്കും തോറും ഈ സ്ത്രീ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനു ഈ സ്ത്രീ ചെയ്യണം? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഒരാവശ്യം എന്താണ് അത് നേടിയെടുക്കണം. അതായത് പുതിയ സ്ക്രീൻഷോട്ട് കൊടുക്കുക. പൈസ കൊടുക്കണില്ല എന്ന് പറയുമ്പം അടുത്ത ചാറ്റ് വരും, പൈസ തരാൻ റെഡിയല്ല എന്ന് പറയുമ്പോൾ അടുത്ത ചാറ്റ് വരും. അപ്പം ഈ അഭിനേതാവ് നിർബന്ധിതനാക്കപ്പെടുകയാണ്. അതായത് സംഭവം ഞാൻ ഒപ്പം നിൽക്കല്ല കേട്ടോ, കാരണം ഇത് എന്തുകൊണ്ട് പൈസ കൊടുത്തു, ആദ്യം പൈസ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ സംഭവം പിന്നെ പൈസ കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് പോവാണ്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പം എന്നോട് ഈ ഹക്കീം പറഞ്ഞു, എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കേസ് നടക്കില്ല, വേറൊരാളെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ആവില്ല, അത് ഇങ്ങനെ തന്നെ പോട്ടെ, ഞങ്ങൾ ഇനി ഫോട്ടോസും വീഡിയോസും സെറ്റിലെ ലൊക്കേഷൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണെങ്കിലും മാനേജർ ആളിനോട് പറഞ്ഞു ഇതൊന്ന് കഴിയണ വരെ ഇതിലൊന്ന് നിൽക്ക്, ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കഴിയണ വരെ ഇതിലൊന്ന് നിന്നിട്ട് ഇതൊന്ന് മേത്തുന്ന ഒഴിവാക്കി തന്നെ. കാരണം സിനിമ അതായത് ഈ അഭിനേതാവിൻ്റെ മാനേജർ പറഞ്ഞ കാര്യം അൻ്റെയും കൂടി എന്നോട് പറഞ്ഞ അങ്ങനെ എടാ അൻ്റെയും കൂടി ആദ്യത്തെ സിനിമയാണ്, ഇതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയും പെടും, ഇത് OTTക്ക് പോകില്ല, ഈ സിനിമ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവില്ല, കേസ് കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് കേട്ടോ ഇവർ കേസടക്കം ഈ യുവതി പിൻവലിക്കാന്ന് ഈ ഹക്കീമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഹക്കീം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പൈസ കിട്ടിയാൽ പിൻവലിക്കുക, അത്രത്തൊരു പ്രശ്നം ഇവർക്കുള്ളൂന്നുണ്ടെങ്കിൽ എന്തിന് പിൻവലിക്കണം? പൈസ കിട്ടിയാൽ പിൻവലിക്കരുത്, പൈസ വാങ്ങാൻ നിൽക്കരുത്, അത് നിയമപരമായിട്ട് ഈ യുവതി നേരിടണം. പിന്നെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഈ നടൻ പൈസ കൊടുക്കാൻ നിൽക്കണം? നടനും നിയമപരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഈ പൈസ കൊടുക്കുന്ന കേസിൽ അവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷേ ഹനാൻഷിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലയോ എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഇവിടേക്കാണ് ആളുകൾ പറയുന്നത് ഹനാൻഷി എന്ത് ചിന്തിച്ചിട്ടാണ് ഇതിനകത്ത് പോയി ഇടപെട്ടത്, ഇതൊന്നും ചിന്തിച്ചത് പോലും ഇല്ലയോ, അത്രയ്ക്കുള്ള ബോധം മാത്രമേ ഉള്ളൂ എന്നുള്ളതും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങളൊന്നും വിശദീകരിക്കുമ്പോഴും ആളുകൾ വിമർശിക്കുന്നതും അതിനെ തന്നെയാണ്. ഹനാൻഷി എന്തുകൊണ്ട് ആ സമയത്ത് ചിന്തിച്ചില്ല? അപ്പം 25 ലക്ഷം രൂപ പൈസ ആക്കിയിട്ട് ഒരു സ്ഥലത്ത് എടപ്പാൾ ഒരു പാലത്തിൻ്റെ അവിടെ എവിടെ ഒരു സ്ഥലത്ത് എടപ്പാൾ റൂട്ടിൽ ഏതോ ഒരു റൂട്ടിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പിന്നെ എനിക്കാണ് മെസ്സേജ് വരുന്നത്, ഈ മെസ്സേജ് അങ്ങോട്ട് അയക്കൂ. അപ്പം ഈ അഭിനേതാവിൻ്റെ മാനേജർ എന്നോട് കാര്യം പറയുന്നു, ഇത്ര പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇത് ഞാൻ പോയിട്ട് എൻ്റെ കാസറ്റിനോട് പറയുന്നു, എൻ്റെ കാസറ്റ് ഇത് പറയുന്നു, ഇത് പോയിട്ട് ഞാൻ അഭിനേതാവിൻ്റെ മാനേജറോടും പറയുന്നു. ഈ പണിയാണ് ഞാൻ ഇതിൽ എനിക്ക് ചെയ്ത് പോകേണ്ടി വന്നത്. എൻ്റെ ഒരു തെറ്റ്, അത് തെറ്റായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇത്രയും വലിയൊരു സബ്ജക്റ്റിൽ ഒരിക്കലും പോയി തലടായിരുന്നു, ഇത്രയും സിനിമയ്ക്ക് തന്നെ ഞാൻ പോരുതായിരുന്നു. അതാണ് എന്നോട് എനിക്ക് പറയാനുള്ളത്. സിനിമയിലേക്കേ ഞാൻ പോരുതായിരുന്നു. അതിലുപരി ഞാൻ ഇങ്ങനത്തെ ഒരു വള്ളിക്കേസിൽ തല വെക്കാനോ പിടിക്കാനോ പാടില്ല. പക്ഷേ ഞാൻ അവരുടെ ആകെ എനിക്ക് സങ്കടം തോന്നുന്നത് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ പ്രൊഡ്യൂസർ 10-25 കോടി ഇറക്കി, ഇതെന്താവും നാളെ OTT അതിൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷനും കാര്യങ്ങളും വന്നാൽ ചിലപ്പോൾ അതിൻ്റെ സിനിമ ഇറങ്ങുന്നതിനും കാര്യങ്ങളിലൊക്കെ അയാൾക്ക് വലിയ എന്താണോ ഈ സ്ത്രീക്കും ഈ അഭിനേതാവിനും നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ പണവും കാര്യങ്ങളും ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആർക്ക് നഷ്ടമാവും? ഈ പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഓൾക്കും നഷ്ടമാവും.
അതുകൊണ്ട് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടും ഈ എൻ്റെ കാസറ്റ് എന്നുള്ള അതുപോലെ തന്നെ ഈ സ്ത്രീൻ്റെ സൈഡ് സംസാരിക്കണേ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി നിർബന്ധിന്ന് പിടിച്ചുകൊണ്ടും ഞാൻ ഈ അഭിനേതാവിൻ്റെ മാനേജർ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാനിതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അങ്ങനെ ഇനി പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാട്ടോ. പൈസ ചോദിച്ചവർക്ക് എടപ്പാൾ തന്നെ പൈസ അറേഞ്ച് ചെയ്യൽ മസ്റ്റായിരുന്നു. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തും നിരപരാധിയായിട്ടുള്ള വ്യക്തി ഇതിലേക്ക് വരുന്നത്. കൺക്ലൂഷൻ എത്തിയിട്ടോ. അതായത് പൈസ ചോദിച്ചപ്പം ഇവർ പറഞ്ഞു, ഈ അഭിനേതാവിൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ എറണാകുളത്ത് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കൊച്ചിയിൽ അറേഞ്ച് ചെയ്യുക, ഇവിടെ വന്ന് വാങ്ങാൻ കഴിയും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവർക്ക് എടപ്പാൾ എന്നുള്ള സ്ഥലത്ത് തന്നെ ഈ പൈസ അറേഞ്ച് ചെയ്യണം, അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് അറേഞ്ച് ചെയ്യണ്ട. കാരണം ഇത് എക്സ്റ്റോർഷനാണ്. അതായത് ഒരാളെ ഇതാക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് പണി വരുമോ ഇപ്പുറത്തുനിന്ന് പണി വരുമോ, ഒരാളെ വേറെ സ്ഥലത്ത് പോയി മീറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് പണി വരുമോ എന്നൊക്കെയുള്ള ചിന്തകളും ബോധ്യങ്ങളും ഇവർക്കുള്ളതുകൊണ്ടാവും എടപ്പാൾ എന്നുള്ളൊരു സ്ഥലം പറഞ്ഞത്. അങ്ങനെ അപ്പോൾ എടപ്പാൾക്ക് എത്തി കാര്യങ്ങൾ. എടപ്പാളിലെത്തിയിട്ട് എടപ്പാളിലുള്ള ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ മതി പൈസ എന്ന് പറഞ്ഞപ്പം ഈ അഭിനേതാവിൻ്റെ മാനേജറിൻ്റെ ടീമിൽ നിന്ന് ആൾക്കാർ 10 ലക്ഷം രൂപയും കൊണ്ടിട്ട് അവർക്ക് 25 ലക്ഷം എന്ന് ക്യാഷായിട്ട് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് ക്യാഷായിട്ട് ഒപ്പിക്കാൻ പറ്റി ഓല് നേരെ എടപ്പാൾക്ക് വരികയാണ്. ബാക്കിയുള്ള പൈസ ഓരെന്നെ ഈ അഭിനേതാവിൻ്റെ മാനേജറൊക്കെ ഇടപെട്ടിട്ട് ബാക്കിയുള്ള പൈസ ഈ അഭിനേതാവിൻ്റെ റെമ്യൂണറേഷൻ ഇന്ന അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സവാദിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ്. ഈ കേസിൽ സമ്പൂർണ്ണ നിരപരാധിയും ഏറ്റവും പാവപ്പെട്ടതിൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തിട്ട് സങ്കടാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് സവാദ് എന്നുള്ള വ്യക്തി, അതുപോലെ തന്നെ സുമേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും സുമേഷ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി. രണ്ടാളോടും ഞാൻ സങ്കടത്തോടെ മാപ്പി വയ്ക്കുകയാണ്. കാരണം ഇതൊക്കെ എനിക്ക് കേട്ടിട്ട് തോന്നുന്നു ആരൊക്കെയോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൽ ഹനാൻഷയെ പിടിച്ചിടുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം പൈസ അയച്ചു കൊടുക്കുന്നതും ഹനാൻഷയുടെ കൂട്ടുകാരുടെ കയ്യിലോട്ട്. അവിടെയും അവർക്കൊന്നും അറിയാവുന്ന ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഹനാൻഷയ്ക്ക് അറിയാവുന്ന ആളുകൾ ഈ സ്ഥലത്തുണ്ട് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ എഴുതി തയ്യാറാക്കിയിട്ട് അതിനകത്ത് ഹനാൻഷയെ കൊണ്ട് പ്ലേസ് ചെയ്യിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് ഹനാൻഷയാണ്. ഹനാൻഷയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നാണ് ഹനാൻഷ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അവിടേക്ക് ഒരു സംശയം കൂടാതെ ഇതെല്ലാം ചെയ്ത ഹനാൻഷയാണ് സമ്മതിക്കേണ്ടത്. സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. കാരണം എങ്ങനെ എന്താ വെച്ചാൽ എടപ്പാൾ പൈസ ഒപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസ് ടീമിനോട് ചോദിച്ചു, എടപ്പാൾ നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളൊക്കെ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ അല്ലല്ലോ. അപ്പോൾ ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചു. ഇവർ കുറേ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ അഭിനേതാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളൊരു അക്കൗണ്ട് ഒപ്പിച്ചോളി, നിങ്ങൾ ആൾക്കാർ ത്രൂ തന്നെ നിങ്ങൾ അയച്ചോളി. അഭിനേതാവിൻ്റെ അക്കൗണ്ട് ഒപ്പിച്ചു. അഭിനേതാവ് കുറേ നോക്കി, മുമ്പ് ഉദ്ഘാടനത്തിന് പോയ ഷോപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം 1-2 ഷോപ്പുകളുണ്ട്, അവിടെ ആൾക്കാർ പൈസ കൊടുക്കും. അപ്പോൾ ഇവരൊന്നും ഈ പൈസ ആരും റിസീവ് ചെയ്യാൻ റെഡിയല്ല. അപ്പോഴും ഞാനെന്ത് മനസ്സിലാക്കിയില്ല, ഇതിൽ ഒളിഞ്ഞിരിക്കണ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കാതെ എൻ്റെ മണ്ടത്തരം കൊണ്ട് സത്യം എൻ്റെ മണ്ടത്തരം. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഈ അക്കൗണ്ട് കാര്യങ്ങൾ തപ്പിയിട്ട് ഇവർക്ക് കിട്ടാത്ത മനസ്സിലാവും. അപ്പോൾ എന്നോട് ഈ അഭിനേതാവിൻ്റെ മാനേജർ പറയാം, ഇജ്ജ് മലപ്പുറത്തല്ലേ, ഇജ്ജ് ആ ഭാഗത്തല്ലേ, എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് കിട്ടാനാണോ പണി, ഈ ഒരു അക്കൗണ്ട് ഒന്ന് വേഗം ഒപ്പിക്കണം. അപ്പം അക്കൗണ്ട് ഒപ്പിക്കാതിരിക്കുമ്പോൾ ഈ യുവതി എന്ത് ചെയ്യാണ്, അടുത്ത സ്ക്രീൻഷോട്ട് ഈ ഹക്കീം എന്നുള്ള വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവൻ അടുത്തത് ഇടുകയാണ്. പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണല്ലോ, പിന്നെ എന്താ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ തരാതെ പോയി കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം പറഞ്ഞു. അപ്പം 10 ലക്ഷം ഓൾറെഡി ക്യാഷ് ആയിട്ട് പോകുന്നും ചെയ്തു. ബാക്കി 15 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇളബിൽക്ക് ആകെ അയക്കാനുള്ള മാർഗ്ഗം അക്കൗണ്ടാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു എടപ്പാൾ ആരെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ ഞാൻ എടപ്പാൾ ഒരു ജ്വല്ലറി ഇനോഗ്രേഷന് പോയിരുന്നു. സുമേഷ് ഖാൻ്റെ ജ്വല്ലറി ഇനോഗ്രേഷന് ഞാൻ പോയിരുന്നു. അത് 1-2 വർഷം മുമ്പാണ് ഞാൻ പോണത്. അങ്ങനെ ആ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച എൻ്റെ സുഹൃത്താണ് സവാദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതായത് ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച ആളാണ്, എനിക്ക് ഓൾറെഡി അറിയുന്ന ആളാണ്. 2-3 ഫ്രണ്ട് സർക്കിൾ ത്രൂ എനിക്ക് അറിയുന്ന ആളാണ്. അല്ലാതെ ഞങ്ങൾ ഒരുപാട് തിക് ഫ്രണ്ട്സ് അല്ല, പക്ഷേ ഞാൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. എന്നെ കാണുമ്പോൾ ഒരു സലാം പറയണേ, ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് സവാദ് എന്ന വ്യക്തി. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആകെ എടപ്പാളിലുള്ള ഒരു കോൺടാക്റ്റ് സവാദ് എന്നുള്ള കോൺടാക്റ്റ് അത് വന്നിരിക്കുന്നത് ഈ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു ഉദ്ഘാടനത്തിന് പോയ സ്ഥലത്ത് ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പം അഭിനേതാവിൻ്റെ മാനേജർ തപ്പിയിട്ട് അക്കൗണ്ട് കിട്ടണില്ല. ഇന്നെക്കാട്ടിലും ഹോൾഡുള്ളവരാണ് ഇവരൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ഈ അഭിനേതാവാണ്, അഭിനേതാവിൻ്റെ മാനേജർമാരാണ്, പ്രൊഡക്ഷൻ ഹൗസാണ്, ഇവർക്ക് അക്കൗണ്ട് തപ്പിയാണെങ്കിൽ കിട്ടും. പക്ഷേങ്കിൽ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അക്കൗണ്ട് കിട്ടണില്ല, ഞങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ തപ്പിയിട്ടും കിട്ടണില്ല, ഈ ഒരു അക്കൗണ്ട് തപ്പിയിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട. അങ്ങനെ ഞാൻ ഈ ഉദ്ഘാടന സവാദിനോട് കാര്യം പറഞ്ഞു, സവാദ് ഇങ്ങനെയും കാര്യമുണ്ട്, ഒരു പൈസ ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അപ്പം ഇങ്ങനെ ചെയ്യാൻ. സവാദ് ആദ്യം പേടിച്ചു. സവാദ് ആദ്യം പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇത് എന്തിൻ്റെ പൈസ, എങ്ങനെ നാളെ ഇതിൻ്റെ ചോദ്യം വരലും കാര്യങ്ങളൊന്നും എനിക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. അപ്പം സവാദ് കുറേ പിന്മാറാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സവാദ് ഇല്ല, ഞാൻ ഇവരോടും ചോദിക്കുന്നുണ്ട്, ഈ അഭിനേതാവിൻ്റെ മാനേജർമാരോടും ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് പിന്നീടൊരു പ്രശ്നമാവോ? ഇല്ല, അത് ഇന്നത്തോടെ ഒത്തുതീർപ്പാവില്ലേ, പിന്നീട് ഒരു പ്രശ്നമില്ല, കാര്യങ്ങളില്ല, അത് വേഗം കൊടുത്തിട്ട് അത് ഒഴിവാക്കി വിടാം, ഓലോടെ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ഇവരെ സൈഡിൽ നിന്ന് പറയുന്നത്. ഇത് ഇവർ പറഞ്ഞെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് എൻ്റെ ഫോൺ ഞാൻ എവിടെയും കൊടുക്കാൻ ഞാൻ റെഡിയാണ്. അതായത് വെറുതെ ഇരുന്ന 2 സുഹൃത്തുക്കളെ കൂടെ ഇതിനകത്ത് വലിച്ചിടച്ചു എന്നുള്ള രീതിയിലാണ് ഹനാൻഷ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയൊക്കെ പൈസ അയച്ചു കൊടുത്തതിൻ്റെ തെളിവുകളൊക്കെ ഹനാൻഷ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹനാൻഷ ആ പടത്തിന് വേണ്ടിയല്ല അഭിനയിക്കാൻ വിളിച്ചത്, ഈ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാനാണ് ഹനാൻഷ വിളിച്ചതെന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം
ഇങ്ങനെ സവാദിൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് തോന്നുന്നു 7 രണ്ടാൾ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പം സവാദ് അക്കൗണ്ട് കൊടുത്തു എന്നല്ലാതെ എത്ര എമൗണ്ട് ഏകദേശം വരുന്നുണ്ട് എന്നുള്ള ബോധ്യം പോലും സവാദിനില്ലേനു. പൈസ വന്നു കഴിഞ്ഞപ്പോഴാണ് സവാദിന് എത്ര പൈസ ഞാൻ എവിടെ കൊണ്ടേ കൊടുക്കാൻ. അപ്പം പറയും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വിളിക്കും, മൂപ്പരെ വിളിച്ചിട്ട് ഹക്കീം വിളിച്ചിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും, അത് അതുപോലെ ഡീൽ ചെയ്ത് കൊടുത്താൽ മതിയാണ്. അപ്പോൾ ഇന്നോട് ഇവർ ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയും ഹക്കീമിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇത് ഇടപെട്ടിട്ട് ഇജന്നെ ഇടപ്പാൾക്ക് വന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇജന്നെ ഈ പൈസ ബാങ്കിൽ നിന്ന്, കാരണം അത്രത്തോളം ഞാനിതിൽ ഇടപെട്ടാൽ ഈ പൈസ പോയ ഡീറ്റെയിൽ പോലും എനിക്ക് കിട്ടൂല. കാരണം ഞാൻ എവിടെയും പറയില്ലല്ലോ. പക്ഷേ സവാദ് ചിലപ്പോൾ നാളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ സുമേഷ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇയാൾ ചിലപ്പോൾ നാളെ പറഞ്ഞേക്കാം. ഇതൊന്നും ഇതിലില്ലാത്ത ആൾക്കാരാണ്. ഇന്നെ വെച്ച് പറഞ്ഞാൽ എനിക്ക് നാളെ ഞാനിങ്ങനെ 2 അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു, ഇതൊന്നും എനിക്ക് പൊന്തിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞാൻ ഇന്നതിൽ പിടിച്ചിട്ടതും. അങ്ങനെ സവാദിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു, സുമേഷ് ഖാൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം തന്നെ ഈ സുമേഷ് ഖാൻ്റെ അടുത്ത് മൂപ്പരെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ചെക്ക് ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് ഒരു സ്ഥാപനത്തിനുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ട് ആ ചെക്ക് വെച്ചിട്ടാണ് ഈ പൈസ സുമേഷ്ക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം ഏകദേശം 12 മണി 1 മണിയോടെ അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കടാ, അത് സവാദിൻ്റെ ചാറ്റ് ഉണ്ട്, ആഡ് ചെയ്താൽ മതി, സ്ക്രീനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട്. അതായത് 15 ലക്ഷം രൂപ ഏകദേശം ഈ വ്യക്തിക്ക് കൊടുത്തു ഒഴിവാക്കി എന്നുള്ളൊരു തെളിവ് ഫുൾ. അതായത് ഇങ്ങനെ ചാറ്റ് ആദ്യം 13 1 മണിൻ്റെ മുന്നേ കൊടുത്തു, ബാക്കിയുള്ള 2 ലക്ഷം രൂപ അതിന് ശേഷം എടുത്തു കൊടുത്തു എന്നുള്ള ഓക്കെ കൺഫേം പറയുന്ന ഒരു ചാറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഈ സംഭവം മൊത്തം നടക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പിന്നാലെ കാര്യങ്ങളില്ലാതെ ഏകദേശം ഒതുക്കി തീർന്നു. പിന്നെ ഈ യുവതി പിന്നീട് ഞാൻ പറയട്ടെ, പൈസ കിട്ടിയതോടെ ഈ യുവതി എന്തുകൊണ്ട് സൈലൻ്റായി? ഹക്കീം പൈസ വാങ്ങി, ഈ യുവതിൻ്റെ പേര് പറഞ്ഞ് ഇവർ രണ്ടാളും പറഞ്ഞിട്ട് ഇവർ രണ്ടാളും പൈസ വാങ്ങി, ഇവരെല്ലാവരും സൈലൻ്റായി. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അഭിനേതാവിൻ്റെ മാനേജർ വരെ ഇന്നൊരു പോയിന്റ് ഓഫ് ടൈമിൽ സംശയിക്കുന്ന ഒരു സംഭവം എനിക്ക് ഇന്നലെ ഒരു ചാറ്റിൽ നിന്ന് കിട്ടി. എനിക്ക് വളരെ സങ്കടമായി പോയൊരു കാര്യമാണ്. കാരണം ഹനാന് അവിടെ അത് ഇവരോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഹനാന് ജ്വല്ലറി ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ഹനാൻ എന്ത് കണക്ഷൻ? ഹനാന് ഉദ്ഘാടനത്തിന് പോയ ജ്വല്ലറാണ്. അനാൻ അങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടാണ് അനാൻ ആകെയുള്ള കോൺടാക്ട്, ആകെ എനിക്ക് കിടപ്പുള്ള കോൺടാക്ട് അതുള്ളൂ. ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയൊരു ജ്വല്ലറി ഇവൻ്റുകാർ വിളിച്ച് ആ ഒരു ഡീറ്റെയിലും ഡാറ്റയുണ്ട്, അതാണ് ഞാൻ എടുത്ത് കൊടുത്തതും. അങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേസിൻ്റെ പിന്നാലെ ഈ കൊടുത്ത പൈസ തിരിച്ച് കിട്ടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഈ അഭിനേതാവിൻ്റെ മാനേജർ, അവരുടെ ആവശ്യങ്ങളാണ്, അവരുടെ കാര്യങ്ങളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, അപ്പോഴേ ഇവരൊക്കെ എന്നോട് പറയുന്നുണ്ട് തുറന്ന് മൊത്തം പറയണ്ട, പൈസ കൊടുത്തു, ഇന്നാൾ പൈസ എടുത്തു, അതായത് ഈ ഹക്കീമും ഇവരും പൈസ തട്ടി എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരും അറിയരുത്. ബാക്കിയുള്ള കാര്യങ്ങൾ ആരും അറിയാതിരിക്കുമ്പോൾ കള്ളനായത് ഇന്നലെ മിഞ്ഞാന്ന കാരാ. ഇതാണ് ഹനാൻഷ് പറഞ്ഞ കഥ. ഇതിൽ ഹനാൻഷിയുടെ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ പലർക്കും സംശയങ്ങൾ വരുമെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. ഇതിപ്പോൾ ഹനാൻഷയുടെ ബന്ധുക്കളെടുത്തോ വീട്ടുകാരെടുത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ തന്നെ പലരും ചോദിക്കും, നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു എന്നൊക്കെ തന്നെ ചോദിക്കും. അവിടെയൊക്കെ വെടിവഴിപാട് നടത്തിയവർക്ക് ഒരു കുഴപ്പവും ഇല്ല. അതിൻ്റെ ഇടയിൽ ആ ഒച്ച കേട്ട ഹനാൻഷയ്ക്കാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണോ നടന്നതെന്ന് അറിയത്തില്ല. ഇത് ഹനാൻഷയുടെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുന്നതാണ്. പക്ഷെ ഒരു കാര്യം പറയണമല്ലോ, വെടിവഴിപാട് നടത്തിയവർ രണ്ടുപേരും ശരിയല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം കാശും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാശ് വാങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഇനി ഇതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാൻ വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.